നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ ഒരു കൊലപാതക വാർത്ത പുറത്തു വന്നത്. ഒരു കൊലപാതകം നടത്തുക, ആ മൃതദേഹത്തിനടുത്ത് തന്നെ 61 വയസ്സ് പ്രായമുള്ള ഒരാൾ കിടന്നുറങ്ങി. പിറ്റേന്ന് വീട് വൃത്തിയാക്കാൻ വന്ന ആളുകളാണ് ഈ ഒരു കാഴ്ച കണ്ട് നടുങ്ങിയത്. ഏതായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. പാതിരാത്രിയോടെ കൊലപാതകം നടത്തിയ ശേഷം പുലർച്ചെ വരെ ഈ പറയുന്ന വ്യക്തി ചാക്കിന് വേണ്ടി അന്വേഷണം നടത്തി. ഒടുവിൽ ചാക്ക് ലഭിച്ചിട്ടും മൃതദേഹം അതിൽ കയറ്റി വലിച്ചു കൊണ്ടുപോകാൻ കഴിയാതിരുന്നതോടെ ആരോ തന്റെ വീട്ടുമുറ്റത്ത് മൃതദേഹം കൊണ്ടിട്ടെന്ന രീതിയിലുള്ള അഭിനയമാണ് ഇയാൾ കാഴ്ചവെച്ചത്. എന്നാൽ വീടിനുള്ളിലെ മുറിയിൽ തളം കെട്ടിയ രക്തവും മൃതദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിഴച്ചതിന്റെ രക്തപ്പാടും കണ്ടെത്തി പോലീസ് ചോദ്യം ചെയ്തതോടെ ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊന്തുരുത്തി പ്രതിഭാ നഗർ കൊടിയന്തറ കെ ജോർജ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. വീട്ടിലെത്തിച്ച സ്ത്രീയെ തർക്കത്തെ തുടർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാൻ ശ്രമിച്ച സംഭവത്തിലാണ് ജോർജിനെ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി ബിന്ദുവിനെ പ്രതി വെള്ളിയാഴ്ച രാത്രി 11:30യോടെയാണ് കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇവർ തമ്മിൽ ഇതിനു മുൻപ് വ്യക്തിവൈരാഗ്യമോ ഒന്നും തന്നെയില്ല. അന്ന് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളും തർക്കങ്ങളുമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് ജോർജിനെ നയിച്ചിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായിട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മദ്യപിച്ചാൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ള ജോർജിനെ കൊലപാതകിയായി കണ്ടതിന്റെ ഞെട്ടലായിരുന്നു ഇന്നലെ കൊന്തുരുത്തിക്കാർ. കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ജോർജിന്റെ ഭാര്യ പോയതിനാൽ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യം മുതലെടുത്താണ് രാത്രി 10ഓടെ എറണാകുളം സൗത്തിൽ നിന്നും ലൈംഗിക തൊഴിലാളിയായ ബിന്ദുവിനെ ജോർജ് ഓട്ടോറിക്ഷയിൽ വീട്ടിലെത്തിച്ചത്. 500 രൂപ നൽകാമെന്ന് പറഞ്ഞാണ് ഇവരെ കൊണ്ടുവന്നത്. വീട്ടിലെത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് ബിന്ദു ജോർജിനോട് 2000 രൂപ ആവശ്യപ്പെട്ടു. ഇതിന്റെ പേരിൽ ഉണ്ടായ തർക്കത്തിനിടെ മദ്യലഹരിയിലായിരുന്ന ജോർജ് കമ്പിപ്പാര കൊണ്ട് ബിന്ദുവിനെ തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. രണ്ടാമത്തെ അടിയിൽ ബിന്ദു തൽക്ഷണം മരിച്ചു. കൊലയ്ക്ക് ശേഷം ചാക്കിലാക്കി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉറങ്ങിപ്പോയതാണ് ജോർജിന് വിനയായത്. പാലക്കാട് സ്വദേശിനി ബിന്ദുവാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. വഴിയിൽ തള്ളാനുള്ള ശ്രമത്തിനിടെ മദ്യലഹരിയിലായിരുന്ന ജോർജ് ചാക്കിലാക്കിയ മൃതദേഹത്തിനരികെ ഇരുന്ന് ഉറങ്ങിപ്പോയതാണ് പിടിവീഴാൻ എളുപ്പമായത്. രാവിലെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ എത്തിയ ഹരിതകർമ്മ സേനാംഗമാണ് ജോർജിനെ ദുരൂഹ സാഹചര്യത്തിൽ അവിടെ കണ്ടെത്തുന്നത്. കൗൺസിലർ ബെൻസി ബെന്നി വിവരം സൗത്ത് പോലീസിനെ അറിയിച്ചു. പുലർച്ചെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെയുള്ള കടയിൽ ചെന്ന് 2 ചാക്ക് ശേഖരിച്ചു. മൃതദേഹം ചാക്കിനുള്ളിലാക്കി വീടിന് പുറത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് വഴിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതി. ഇതിനിടെയാണ് മദ്യലഹരിയിലായിരുന്ന ജോർജ് ഉറങ്ങിപ്പോയത്. വീട്ടിൽ രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട്. ജോർജ് കുറ്റം സമ്മതിച്ചതോടെ പോലീസ് നടപടികളെല്ലാം വേഗത്തിലായി. വിരലടയാള ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. വെളുപ്പിന് 4:30യോടെ ജോർജ് ചാക്ക് അന്വേഷിച്ച് അയൽവീടുകളിലും ചെന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നായ ചത്തുകിടപ്പുണ്ടെന്നും അതിനെ മൂടാനാണെന്നുമാണ് പറഞ്ഞത്. ജോർജിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന 2 അന്യസംസ്ഥാന തൊഴിലാളികളെയും പോലീസ് ചോദ്യം ചെയ്തു. രാത്രി വീട്ടിൽ നിന്ന് ശബ്ദം കേട്ടെങ്കിലും പൂച്ചയെന്ന് കരുതി പുറത്തിറങ്ങിയില്ലെന്നാണ് ഇവരുടെ മൊഴി. പ്രായമായവരെ പരിചരിക്കുന്ന ജോലിയാണ് ജോർജിന്. മകൻ UK-യിൽ ജോലി ചെയ്യുകയാണ്. ദിവസങ്ങളായി ജോർജ് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. മണി കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. മാലിന്യ ശേഖരണത്തിന് രാവിലെ 6:15 ഹരിതകർമ്മ സേനാംഗം മണി വീട്ടിലെത്തുമ്പോൾ തന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ കുത്തിയിരിക്കുകയായിരുന്നു ജോർജ്. തന്റെ വീടിന് മുന്നിൽ ആരോ മൃതദേഹം കൊണ്ടിട്ടു എന്നാണ് മണിയോട് പറഞ്ഞത്. കൗൺസിലറും നാട്ടുകാരും എത്തിയപ്പോൾ തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർ ജോർജിനെ അകത്താക്കി ഗേറ്റ് പൂട്ടിയ ശേഷം പോലീസിനെ വിളിക്കുകയായിരുന്നു. മൃതദേഹത്തിന്റെ കഴുത്തിൽ കയർ കൊണ്ട് വലിച്ചിഴച്ചുകൊണ്ട് പോകാനും ശ്രമിച്ചതായി പോലീസ് പറയുന്നുണ്ട്. ഫ്ളാറ്റ്, ഹോസ്റ്റൽ എന്നിവയുടെ ഇടയിലൂടെ കഷ്ടിച്ച് ബൈക്കിന് കടന്നു പോകാവുന്ന വീതിയിൽ 20 മീറ്ററോളം നീളമുള്ള വഴിയാണ് ജോർജിന്റെ വീട്ടിലേക്കുള്ളത്. അതായത് വളരെ ചെറിയ ഒരു വഴി മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. ഇതിന്റെ പകുതി ദൂരം വരെ മൃതദേഹം വലിച്ചിഴച്ച് എത്തിച്ചിരുന്നു. കയറും കൊല നടത്താൻ ഉപയോഗിച്ച കമ്പിപ്പാരയും കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെയുള്ള TK സന്തോഷ് എന്നയാളുടെ അപ്പക്കടയിൽ നിന്നാണ് ചാക്കുകൾ വാങ്ങിയിരിക്കുന്നത്. നാട്ടിൽ മറ്റു പലരും വിവിധ ആവശ്യങ്ങൾക്കായി ചാക്കുകൾ വാങ്ങാറുള്ളതിനാൽ സംശയം തോന്നിയില്ലെന്നും ഇവർ പറയുന്നു. മകളുടെ കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇന്നലെ വൈകിട്ട് പൊൻകുന്നത്തേക്ക് ചെല്ലുമെന്നാണ് ഭാര്യയോട് ജോർജ് പറഞ്ഞിരുന്നത്.
വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഭാര്യ ഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നീട് വിളിച്ചില്ലെന്നാണ് ഭാര്യ പറയുന്നത്. 25 കൊല്ലം മുമ്പ് വയനാട്ടിൽ നിന്ന് എത്തിയതാണ് ജോർജും കുടുംബവും. 15 കൊല്ലം മുമ്പാണ് ഇപ്പോൾ താമസിക്കുന്ന വീട് വാങ്ങിയത്. ഓടിട്ട ഈ വീട് പകുത്ത് 2 മുറി ഇതര സംസ്ഥാനക്കാർക്ക് വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. കൊല നടക്കുമ്പോൾ ഇതര സംസ്ഥാനക്കാർ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ എന്തോ വീഴുന്ന ഒച്ച കേട്ടെങ്കിലും പുറത്തിറങ്ങിയില്ല എന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. പ്രായമായ ആളുകളെ പരിചരിക്കുന്ന ജോലിയാണ് ജോർജിന്. ജോലി കഴിഞ്ഞ് കയ്യിൽ പണം എത്തിയാൽ പിന്നെ തുടരെ മദ്യപിക്കുകയാണ് രീതി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ആരും ഈ ഒരു നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. സാധാരണക്കാരെ പോലെ കണ്ടിട്ടുള്ള ഇത്തരത്തിലൊരു കൊലപാതക രീതിയിലോട്ടുള്ള യാതൊരു തരത്തിലുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ജോർജ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്യുമെന്ന് ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്ന റിപ്പോർട്ടുകൾ ഇപ്രകാരമാണ്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് 500 രൂപ നൽകാമെന്ന് പറഞ്ഞ് ബിന്ദുവിനെ ഓട്ടോറിക്ഷയിൽ കോന്തുരുത്തിയിലെ വീട്ടിലെത്തിച്ചത്. ജോർജിന്റെ ഭാര്യ മകളുടെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ അവരുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. 12 മണിയോടെ മടങ്ങാൻ നേരം ബിന്ദു 2000 രൂപ ആവശ്യപ്പെട്ടു. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. മദ്യപിച്ചിരുന്ന ജോർജ് വീട്ടിൽ കിടന്ന കമ്പി ഉപയോഗിച്ച് 2 തവണ ബിന്ദുവിനെ തലയ്ക്കടിച്ചതിനെ തുടർന്ന് ബിന്ദു മരിച്ചു. തുടർന്ന് ശനിയാഴ്ച വെളുപ്പിന് ജോർജ് വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെ അപ്പം വിൽക്കുന്ന കടയിൽ നിന്ന് പ്ലാസ്റ്റിക് ചാക്കുകൾ വാങ്ങിക്കൊണ്ടുവന്നു. മൃതദേഹം ചാക്കിനുള്ളിലാക്കി വീടിന് പുറത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി ഇടാനായിരുന്നു പദ്ധതി. വീടിന് പുറത്തേക്ക് മൃതദേഹം വലിച്ചെത്തിച്ചതോടെ കുഴഞ്ഞുപോയ ജോർജ് അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോവുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 7ഓടെ മാലിന്യം ശേഖരിക്കാനെത്തിയ ഹരിതകർമ്മ സേനാംഗം മണിയാണ് ചാക്കിൽ കെട്ടിയ മൃതദേഹവും അതിനരികിൽ ഇരുന്ന് ഉറങ്ങുന്ന ജോർജിനെയും കണ്ടത്. മണി ഡിവിഷൻ കൗൺസിലർ ബെൻസി ബെന്നിയെ അറിയിച്ചു. ബെൻസിയാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് എത്തി ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് വീട് പരിശോധിച്ചപ്പോഴാണ് വീടിനുള്ളിൽ രക്തക്കറ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് വീടിനുള്ളിലാണ് കൊലപാതകം നടത്തി അതിനുശേഷം മൃതദേഹം അവിടെ നിന്ന് പുറത്തേക്ക് വലിച്ചഴച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിലും പ്രതി കുറ്റം സമ്മതിച്ചു. വിരലടയാള ഫോറൻസിക് വിദഗ്ധർ സംഭവ സ്ഥലത്ത് നിന്നും തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയച്ചു. ജോർജിനെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം മാത്രമായിരിക്കും മറ്റുള്ള നടപടികളിലേക്ക് കടക്കുക.